ഹലോ, സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാനിരിക്കുന്ന ഒരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിത ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മടങ്ങി വരികയാണ്. ഈ സമയത്താണെങ്കിലോ രേവതി ചോദിച്ചു, അല്ല ഇതെന്താണ്, എന്തൊക്കെയോ കയ്യിലുണ്ടല്ലോ, എന്താണ് വാങ്ങിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട്, അതിനു മുന്നേ നീ ഇന്ന് എന്താ ഉണ്ടാക്കിയത്, എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞ് സച്ചിയാണെങ്കിൽ ആ ഡൈനിങ് ടേബിളിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ തുറന്നു നോക്കുകയാണ്. അങ്ങനെ തുറന്നു നോക്കുമ്പോഴാണെങ്കിലോ കൊള്ളാലോ, ഇന്നും പൂരിയും അതുപോലെ തന്നെ കിഴങ്ങേറിയാണല്ലോ, ഒരു കാര്യം ചെയ്യും, ഒരു പ്ലേറ്റിങ് എടുത്തേന്ന് പറഞ്ഞ് സച്ചിയാണെങ്കിലോ അവൾ ഉണ്ടാക്കിയ ഒരു ഫുഡ് അത് ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട്, അല്ല സച്ചിയേട്ടാ എങ്ങനെയുണ്ട്, ഇന്ന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എല്ലാ ദിവസവും പറയണോ മോളെ, നീ ഉണ്ടാക്കുന്ന ആ ഒരു ഫുഡ് എത്രമാത്രം ടേസ്റ്റ് ആണ്, ദേ എൻ്റെ അച്ഛമ്മ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് നിന്റെ ഒരു കൈപ്പുണ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ സച്ചി പുകഴ്ത്തി. പിന്നീടാണെങ്കിലും അല്ല സച്ചിയേട്ടൻ എന്താ വാങ്ങിക്കൊണ്ട് വന്നത്, ആ കവറിനകത്ത് എന്നാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും എന്നാ തുറന്നു നോക്കെന്നും പറഞ്ഞ് സച്ചി അതങ്ങ് എടുത്ത് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അവൾ അത് തുറന്നു നോക്കുമ്പോഴാണെങ്കിലോ നല്ല സൂപ്പർ ഒരു സാരി, ഇത് കൊള്ളാലോ, ഇത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, ദേ നിനക്ക് ചേരുന്ന ഒരു സാരി തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്, എനിക്ക് തോന്നി ഇത് നിനക്ക് നല്ലതുപോലെ ചേരുമെന്ന്. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി സച്ചിയാണെങ്കിൽ ഈ സാരി നമ്മുടെ രേവതിക്ക് സമ്മാനിച്ചു. അല്ല സച്ചിയേട്ടാ അതെന്താ അതിനകത്ത് വേറൊരു പൊതി കാണുന്നുണ്ടല്ലോ, അതോ അത് ആദിക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്ന് സച്ചി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ രേവതി ആണെങ്കിലോ ആദിക്ക് വേണ്ടിയോ, അതിന് നമ്മൾ ആദിയുടെ അടുത്ത് പോവണ്ടേ, ആദിയുടെ അടുത്ത് പോയെങ്കിലല്ലേ നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ, അതൊക്കെ ഉണ്ട്, ദേ നാളെ നീ ഈ സാരി ഉടുത്തിട്ട് വരണം, നമുക്ക് അച്ഛമ്മയുടെ അടുത്ത് പോണം, അതുപോലെ തന്നെ ആദ്യം അവന്റെ മുത്തശ്ശിയൊക്കെ ഒന്ന് പോയി കാണാം, എന്താ റെഡിയല്ലേ എന്ന് ചോദിക്കുകയാണ്. 100 വട്ടം സമ്മതമാണ്, ഒന്നൊരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ ഒരു സെൽഫി എടുത്താലോ എന്ന് ചോദിച്ചിട്ട് രണ്ടുപേരും കൂടെ നിന്ന് സെൽഫി എടുക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി. അപ്പൊ ഈ സമയത്താണെങ്കിലോ ശരിക്കും പറഞ്ഞാല് സച്ചിയും രേവതിയും അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു ദിവസം അന്ന് തന്നെയാണ് നമ്മുടെ ആദിയുടെ ആ ഒരു ബർത്ത്ഡേ നടക്കുന്നത്. അപ്പം ആദിക്കിപ്പം ആദിയുടെ അമ്മ ശ്രുതിയാണ് എന്നുള്ള കാര്യമൊക്കെ ആദിയുടെ മുത്തശ്ശി പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കൊച്ചാണെങ്കിലോ ഇത്തവണ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ അമ്മ കൂടെ എൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അങ്ങനെ ശ്രുതി ആണെങ്കിലോ മോൻ വിഷമിക്കുമെന്നും വേണ്ട, മോൻ്റെ അമ്മ മോൻ്റെ പറ്റ തന്നെ ഉണ്ടാകുമെന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതിയും ഇവരുടെ വീട്ടിലേക്ക് ഇറങ്ങി തിരിക്കുകയാണ്. അപ്പൊ സച്ചിയും രേവതിയും പോകുന്നത് എങ്ങോട്ടാണെന്നൊന്നും നമ്മുടെ ശ്രുതിക്ക് അറിയില്ല. ശ്രുതി ആണെങ്കിൽ ദാ ആദിയെ തിരക്കി ആദിയുടെയും അമ്മയുടെയും അടുത്ത് എത്തുകയാണ്. അങ്ങനെ ശ്രുതി അവിടെ മുഴുവനും ഒക്കെ ബലൂണൊക്കെ കൊണ്ട് അലങ്കരിച്ചു, അതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ആ ഒരു ടോപ്പറും കാര്യങ്ങളും ഒക്കെ വെച്ചു. അങ്ങനെ മൊത്തത്തിൽ ആ വീടൊന്ന് അലങ്കരിച്ച് വെക്കുക. അപ്പം ആദ്യം പറഞ്ഞു, അമ്മേ ഇന്ന് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അമ്മ വേണം എൻ്റെ വായിലേക്ക് കേക്കൊക്കെ വെച്ച് തരാനായിട്ട്, അത് പിന്നെ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയാണെങ്കിലോ വളരെയധികം സന്തോഷത്തോടു കൂടി നിൽക്കുക. അപ്പം നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, മോളെ ആദിയുടെ സന്തോഷമൊക്കെ കണ്ടില്ലേ, അവൻ എത്രമാത്രം ഹാപ്പി ആയിട്ടാ ഇരിക്കുന്നത്, ദേ നീ എപ്പോഴും ഇതുപോലെ അവൻ്റെ അടുത്ത് ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ട് നീ ഒരു കാര്യം ചെയ്യും, നിന്റെ കെട്ടിയോൻ്റെ അടുത്ത് സത്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ ശ്രുതി പറഞ്ഞു, അതൊന്നും ശരിയാവില്ലമ്മേ, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാകും, ദേ കല്യാണത്തിന് മുന്നേ ആയിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു, പക്ഷേ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത്, അറിയാലോ ആ രേവതിയും സച്ചിയും കൂടെ ഏത് സമയത്താണ് എനിക്ക് പാര വെക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതിന്റെ ഇടയ്ക്കാണെങ്കിലോ അമ്മ അവരെ ഒരുപാടങ്ങ് സ്നേഹിച്ച് ആദ്യേ അവരെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. എന്തായാലും എൻ്റെ മകനെ ഞാനല്ലാതെ മറ്റാരും സ്നേഹിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ശ്രുതി ഇങ്ങനെ പറയുകയാണ്. മോളെ എടി രേവതിക്ക് നിന്റെ മോനെ ഒരുപാട് ഇഷ്ടമാണ്, നീ അതൊന്ന് മനസ്സിലാക്ക്, ആ കുട്ടി ഒരു പാവമാണ്, നീ പറയുന്ന പോലെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിമലാമ്മ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും അമ്മ എന്തറിഞ്ഞിട്ടാണ്, അവള് നല്ല അഭിനയം പഠിച്ചവളാണ്, അവളുടെ അഭിനയം ഞാനല്ലേ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സച്ചി രേവതിയും കൂടെ നമ്മുടെ ആദിയുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പം അവര് വരുമ്പോഴാണെങ്കിലോ ആദി വളരെയധികം സന്തോഷത്തില് രേവതി ആന്റി ഇത് വിളിച്ചാണ്. പിന്നീടാണെങ്കിലോ ആദിയെ കണ്ട സന്തോഷത്തില് നമ്മുടെ രേവതിയാണെ ആദി ഇങ്ങ് വാരിയെടുത്തു. എന്നിട്ട് ആദിയോട് ചോദിച്ചു, ദേ മോനെ ഇന്ന് എന്താണ് പുത്തൻ ഉടുപ്പൊക്കെ ആണല്ലോ ഇട്ടിരിക്കുന്നത്, ഇന്ന് എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ആന്റി ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, ആന്റി വാ നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്നും പറഞ്ഞ് ഈ കുഞ്ഞു പയ്യൻ നമ്മുടെ രേവതിയെയും സച്ചിയെയും അകത്തോട്ട് ക്ഷണിക്കുകയാണ്.
അപ്പം ഇവരകത്തോട്ട് കയറി കഴിഞ്ഞു. പിന്നീടാണെങ്കിലും നമ്മുടെ വിമലാമ്മയ്ക്ക് വല്ലാതൊരു വെപ്രാളം. കാര്യം ശ്രുതി ഉണ്ടല്ലോ അകത്ത്. ശ്രുതിയെ എങ്ങാനും സച്ചിയും രേവതിയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അതോടുകൂടി നമ്മുടെ ശ്രുതിയുടെ ആ വീട്ടിലെ പൊറുതി അവസാനിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വിമലയാണെങ്കിൽ, അല്ല നിങ്ങൾ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത്? അത് ഞങ്ങൾ അച്ഛമ്മയുടെ അടുത്ത് വന്നതാ. ആ സമയത്ത് ആദ്യം കാണാനായിട്ടൊരു ആഗ്രഹം തോന്നി, അതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇവർ വാങ്ങിക്കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് എടുത്ത് നമ്മുടെ ആദിയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്തായാലും നല്ല മനപ്പൊരുത്തമാണ്. ഇന്ന് ആദിയുടെ ബർത്ത്ഡേ ആണെന്ന് പോലും അറിയാതെ നമ്മൾ അവന് വേണ്ടി ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചില്ലേന്നും പറഞ്ഞ് സച്ചിയും രേവതിയും ആദിയെ വളരെയധികം കാര്യത്തിൽ ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രുതിക്കാണെങ്കിലോ, ഈശ്വര ഇവറ്റകൾ ഇവിടുന്ന് പോയിട്ട് വേണം തനിക്കൊന്ന് തന്റെ മകന്റെ അടുത്ത് പോയി നിൽക്കാനായിട്ട്. കുറച്ച് സമയം കൂടെ ഇവരിവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മോൻ്റെ അടുത്ത് നിൽക്കാനോ അവനെ ലാളിക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞ് ശ്രുതിയാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് വിമലയെ പതുക്കെ ഇങ്ങ് വിളിച്ചു. എന്നിട്ട് വിമലയോട് പറഞ്ഞു, അതെ 10 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് സമയം തരാം. ആ 10 മിനിറ്റിനുള്ളിൽ ഇവരെ രണ്ടുപേരെയും ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. മോളെ ഞാൻ എങ്ങനെയാണ് അവരോട് ഇവിടുന്ന് പോവാൻ പറയുന്നത്? മോളെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വിമലയാണെങ്കിൽ ഒരേ പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ശ്രുതി പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ സംഭവിച്ചില്ലെങ്കിൽ പിന്നെ ഈ ശ്രുതി ഈ വീടിന്റെ പടി ചവിട്ടില്ല എന്നുള്ള ഒരു ഭീഷണി നമ്മുടെ ശ്രുതി മുഴക്കുമ്പോൾ വിമലാമ്മ പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ, പിന്നെ എന്താ വരുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല മോളെ, നീ ഒരു കാര്യം ചെയ്, നീ അപ്പറെ മാറി നിൽക്കെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതി ദാ പിന്നാമ്പറം വഴി ഇറങ്ങി റോട്ടിൽ പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ സച്ചിയും രേവതിയും ഇതൊന്നും അറിയാതെ നമ്മുടെ ആദിയെ കൊഞ്ചിച്ചു. അപ്പം ആദിയോട് പറഞ്ഞു, മോനെ നിന്റെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ ബാ സച്ചി ഏട്ടനും അതുപോലെ തന്നെ രേവതി ആന്റിയും കൂടി ഈ കേക്കൊക്കെ കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി ചേർന്ന് ആദിക്കുട്ടന്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാണ്. അപ്പൊ ദാ ആദിക്ക് അവന്റെ അമ്മ അടുത്തില്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ട്. ആദിയാണെങ്കിലോ അമ്മയെ ഇങ്ങനെ തെരഞ്ഞ് മൊത്തത്തിൽ ഇങ്ങനെ നോക്കുന്ന ഒരു സമയം സച്ചി ചോദിച്ചു, എന്താ മോൻ ആരെ ഈ നോക്കുന്നേന്ന് ചോദിച്ചു. ഒന്നുമില്ല അങ്കിളേന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചിക്കും അതുപോലെ തന്നെ രേവതിക്കും ഒക്കെ ആദി കേക്ക് വായി വെച്ച് കൊടുക്കുകയാണ്. ശ്രുതിയാണെങ്കിലോ ഇതിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത നിരാശയിൽ അവിടെ മാറി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ ദാ ഇനി ഇതിന്റെ അപ്കമിങ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണണം കേട്ടോ. അപ്പൊ ഓക്കെ.